മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായിരുന്ന ഉമ്മൻചാണ്ടി മരിച്ചിട്ട് ഇന്നേക്ക് 1 വർഷം. ഒന്നാം ചരമവാർഷികത്തോടനുബന്ധിച്ച് ഇന്ന് ജില്ലയിലും സംസ്ഥാനത്തൊട്ടാകെയും വിപുലമായ അനുസ്മരണ പരിപാടികളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഓഗസ്റ്റ് 26 വരെയാണ് സംസ്ഥാനത്തൊട്ടാകെ പരിപാടികൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇന്ന് രാവിലെ 7 മണിക്ക് പുതുപ്പള്ളി പള്ളിയിൽ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ പ്രാർത്ഥന നടത്തിയിരുന്നു. അതേസമയം ഉമ്മൻചാണ്ടിയെ അനുസ്മരിച്ച് രാഹുൽ ഗാന്ധി എത്തിയിരുന്നു. യഥാർത്ഥ ജനനേതാവ് ജീവിതകാലം മുഴുവൻ അചഞ്ചലമായ സമർപ്പണത്തോടെ ജനങ്ങളെ സേവിച്ചു. എല്ലാ പദവികളും ജനങ്ങളെ സേവിക്കാൻ വിനിയോഗിച്ചു. കാഴ്ചപ്പാടും അർപ്പണബോധവും കരുതലുമുള്ള നേതൃത്വത്തിന്റെ സാക്ഷ്യപത്രമാണ് അദ്ദേഹത്തിന്റെ ജീവിതം. ഉമ്മൻചാണ്ടിയുടെ ജീവിതം കേരള ചരിത്രത്തിൽ ഒരിക്കലും മായാത്തതാണെന്നും രാഹുൽ ഗാന്ധി അനുസ്മരിച്ചുകൊണ്ട് പറഞ്ഞു. അചഞ്ചലമായ അർപ്പണവും നേതൃപാടവും വഴി ജനനായകനായ നേതാവാണ് ഉമ്മൻചാണ്ടിയെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയും അനുസ്മരിച്ചുകൊണ്ട് പറഞ്ഞു. ജനങ്ങളുടെ ക്ഷേമത്തിനായുള്ള ഉമ്മൻചാണ്ടിയുടെ സമർപ്പണം ആഴത്തിൽ സ്മരിക്കപ്പെടും. ഉമ്മൻചാണ്ടി എക്കാലവും ആദരിക്കപ്പെടുന്ന നേതാവെന്നും കോൺഗ്രസ് അധ്യക്ഷൻ സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. അതേസമയം പുതുപ്പള്ളി സെന്റ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളി അങ്കണത്തിൽ രാവിലെ 11 മണിക്ക് അനുസ്മരണ സമ്മേളനം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉദ്ഘാടനം ചെയ്തിരുന്നു. SSLC+2 വിദ്യാർത്ഥികൾക്കായുള്ള ഉമ്മൻചാണ്ടി മെമ്മോറിയൽ MLA എക്സലൻസ് അവാർഡ് വിതരണം, സ്കോളർഷിപ്പ് വിതരണം, ഭവനരഹിതർക്കായി ലഭിച്ച 1 ഏക്കർ ഭൂമിയുടെ സമ്മതപത്രം കൈമാറൽ എന്നിവയും ഇതിനോടനുബന്ധിച്ച് നടന്നു. കോട്ടയം DCCയും ഉമ്മൻചാണ്ടി അനുസ്മരണം സംഘടിപ്പിക്കുന്നുണ്ട്. 2023 ജൂലൈ 18-നായിരുന്നു ഉമ്മൻചാണ്ടിയുടെ മരണം. അനാരോഗ്യത്തെ തുടർന്ന് അവസാന നാളുകളിൽ വിശ്രമത്തിലും ചികിത്സയിലായിരുന്നു അദ്ദേഹം. കേരളത്തിന്റെ മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ് എന്നീ നിലകളിൽ തിളങ്ങിയ അദ്ദേഹം ജനകീയനായ രാഷ്ട്രീയ നേതാവായാണ് അറിയപ്പെടുന്നത്. അതേസമയം വിഴിഞ്ഞം പദ്ധതിയിൽ ഉമ്മൻചാണ്ടിയുടെ പേര് വീണ്ടും ഉയർന്നു കേട്ടത് ഈ അടുത്ത ദിവസമായിരുന്നു. വിഴിഞ്ഞം തുറമുഖത്തിന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേര് നൽകണമെന്നാണ് UDF കൺവീനർ MM ഹസൻ ആവശ്യപ്പെട്ടിരുന്നത്. UDF സർക്കാരിന്റെയും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെയും വികസന കാഴ്ചപ്പാടിന്റെയും മനക്കരുത്തിന്റെയും ശ്രമഫലമായാണ് വിഴിഞ്ഞം തുറമുഖ പദ്ധതി യാഥാർത്ഥ്യമായത്. പ്രതിപക്ഷത്തായിരുന്ന LDFന്റെ എതിർപ്പുകളും ആരോപണങ്ങളും അതിജീവിച്ചാണ് ഉമ്മൻചാണ്ടി ഈ പദ്ധതിയുമായി മുന്നോട്ടു പോയത്. അന്ന് തുറമുഖ വകുപ്പിന്റെ ചുമതലയുണ്ടായിരുന്ന മന്ത്രി K ബാബു അതിന് എല്ലാ പിന്തുണയും നൽകി ഒപ്പം തന്നെ നിന്നു. ഉമ്മൻചാണ്ടിയുടെ നിശ്ചയദാർഢ്യത്തിന്റെ പ്രതീകം കൂടിയാണ് വിഴിഞ്ഞം തുറമുഖം. നാടിന്റെ വികസനത്തിന് ദീർഘവീക്ഷണത്തോടെ പ്രവർത്തിച്ച ഉമ്മൻചാണ്ടിയോടുള്ള സ്മരണാർത്ഥം വിഴിഞ്ഞം തുറമുഖത്തിന് അദ്ദേഹത്തിന്റെ പേര് നൽകുകയാണ് ഏറ്റവും വലിയ ആദരമെന്നും MM ഹസൻ പറഞ്ഞിരുന്നു.